ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാനും പറ്റില്ല, കൂടുതലായിട്ട് നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ തലേ ദിവസം ഷോപ്പിങ്ങിന് പോയതും പിന്നെ ഞാൻ വീണ്ടും പഠിക്കാൻ പോവാണ് കേട്ടോ. ഇവരൊക്കെ വിട്ടിട്ട് റെഗുലറായിട്ട് പഠിക്കാൻ പോവാണ്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 ദിവസത്തെ കാര്യമാണ്. ഷോപ്പിംഗ് പോയത് ഒരേ ദിവസമല്ല കേട്ടോ. ഷോപ്പിംഗ് പോയതിന് ശേഷം ആ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് കുറച്ച് ഗാർഡൻ വർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത് ബട്ടർ ഫ്രൂട്ടിൻ്റെ സീഡാണ്, അത് ഉണക്കാൻ വെച്ചതാണ് കേട്ടോ. പിന്നെ ഇക്കാക്ക് കുറച്ച് അപ്പുറത്തെ പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെടികളൊക്കെ അപ്പുറത്ത് കെട്ടി വെക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇന്ന് വന്നിട്ട് റോസിൻ്റെ നമ്മൾ ക്രീം ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടി ഞാൻ റോസൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ കൂടി ഓൾ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രാവിലെ തന്നെ നമുക്കുള്ള ഫുഡ് സേമിയ കൊണ്ടുള്ള ബിരിയാണി ആയിരുന്നു. പിന്നെ മോനും മോൾക്കും മുട്ട കൊടുക്കും കേട്ടോ. മോന് വന്നിട്ട് അവൻ തന്നെ എടുത്ത് കഴിക്കുന്ന പോലെ ഇങ്ങനെ കുഞ്ഞ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് എടുത്ത് കഴിക്കും. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അവരെടുത്ത് കഴിക്കുന്ന സമയത്ത് അവർക്ക് ബ്രെയിൻ വികാസം ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. എപ്പോഴും നമ്മൾ തന്നെ ഫീഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇതുപോലെയുള്ള സാധനങ്ങൾ അവർക്കിങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവരിങ്ങനെ പെറുക്കി കഴിക്കുമല്ലോ. പിന്നെ അതിനുശേഷം മോൻ ഇത്തിരി വലുതായതുകൊണ്ട് തന്നെ ചെയറൊന്ന് ഹൈറ്റൊക്കെ കുറവാക്കണമായിരുന്നു. അപ്പോൾ ചെയറിൻ്റെ നോർമൽ ഹൈ ചെയറാണ്, അത് നോർമൽ ഒരു ചെയറിൻ്റെ അളവിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടയും ഇതൊക്കെ നാഷ്ടയൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഇത് മത്തനാണ്. ഒരു 11-12 മണിയാകുമ്പോൾ കുട്ടികൾക്ക് വീണ്ടും വിശക്കും. അപ്പോൾ മത്തൻ കുഞ്ഞത് തലേദിവസം നമ്മൾ ഷോപ്പ് ചെയ്ത് വാങ്ങിച്ചാണ്. അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഷോപ്പിങ്ങിൻ്റെ. അപ്പോൾ അത് വന്നിട്ട് നമ്മൾ ചെറിയ കഷ്ണമാക്കിയിട്ട് ഇങ്ങനെ ഓവനിൽ വെച്ചിട്ട് പെട്ടെന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ 1 മിനിറ്റ് മതി ഇതൊന്ന് വെന്ത് കിട്ടാൻ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റിൽ വേകും. എന്നിട്ട് അതെടുത്തിട്ട് നല്ലോണം ചൂട് പോയതിന് ശേഷം മാത്രം മക്കൾക്ക് കൊടുക്കുക, ഓവനിൽ വെച്ച സാധനങ്ങൾ കേട്ടോ. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് അവർക്കൊരു ചെറിയ പാത്രത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ എടുത്ത് കഴിച്ചോളും. ഞാൻ 2 ആൾക്കും കൊടുക്കും, ഹെയ്സനും മാത്രമല്ല ഷെയ്സു കുട്ടിക്കും ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം നമുക്ക് ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നും മെഹന്തി കോൺസ് വന്നിട്ടുണ്ട്. ടോട്ടലി പാക്കിങ്ങും എല്ലാം ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. അതിൽ കണ്ട സാധനങ്ങളും ശരിക്കും ഷോക്കിംഗ് ആയിരുന്നു. ബ്രൈഡൽ കിറ്റാണ് അവർ നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. സൂപ്പർബാണ്. ഇതിൽ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോവാതിരിക്കാനുള്ള സീറം ഓയിൽ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നെയിലിടാനുള്ളതും. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇട്ടിട്ട് അടുത്ത വ്ളോഗിൽ കാണിക്കാം കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് മക്കൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചോറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഹോം മെയ്ഡ് ഗീ ആണ് കേട്ടോ. നമ്മൾ തന്നെ പാലിൽ നിന്നും ആട എടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതുപോലൊരു സ്മാഷറുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് സ്മാഷ് ചെയ്ത് കൊടുക്കുന്നത്. ചില സമയങ്ങളിൽ ഞാൻ മിക്സിയിലിട്ട് അടിച്ചും കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ ഉച്ചയ്ക്കൊക്കെ ആകുമ്പോൾ അത്യാവശ്യം കഴിച്ചോളൂ. അപ്പോൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുത്ത് കൊടുക്കാറാണ് കേട്ടോ പതിവ്. അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കഴിച്ചു. ഇതാണ് എൻ്റെ ഫുഡ്. എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഞാൻ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ, പച്ചക്കറി ഇല്ലെങ്കിൽ.
പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇടയിലത്തെ കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ നിന്നാൽ ഒത്തിരി വീഡിയോ ലെങ്ത്തായി പോകും. അതുകൊണ്ട് നമ്മളതൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്, ഒരു 3 മണിയൊക്കെ ആകുന്ന സമയത്ത് അടുത്ത ഫുഡ് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. വൈകുന്നേര സമയങ്ങളിൽ മിക്കവാറും നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടാണ് കൊടുക്കുക. അപ്പോൾ അത് മോഹനിൽ വെക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ പണി കുറവാട്ടോ. നേന്ത്രപ്പഴം ആവാനും 1.5 മിനിറ്റ് മതി. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ 1 മിനിറ്റ് നമ്മൾ വെച്ചാൽ മതി, അല്ലെങ്കിൽ 30 സെക്കൻഡ് വെച്ചാൽ പോലും മതിയാവും. അപ്പോൾ ഇനിയും ഫുഡ് കൊടുക്കുന്ന തിരക്കാണ്, അത് തന്നെയാണ് വലിയ പണി. ചുച്ചുക്കുന്ന അടുത്തുവാ. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് പുറത്തേക്ക് പോവാന്ന് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഞാൻ വീണ്ടും പഠിക്കാൻ പോവാണ്. നമ്മുടെ 4 മക്കളെയും വെച്ചിട്ട് ക്ലാസ്സിന് റെഗുലറായിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്നൊരു കോഴ്സ് അന്വേഷിക്കാനും വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം കേട്ടോ. എങ്ങനെയാണ്, എന്താണ്, എന്ത് കോഴ്സാണ്, ഇതൊക്കെ അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വന്നിട്ട് സംസാരിക്കാം. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മളൊന്ന് പോവാം. ആക്ച്വലി നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് വിസ്കോമാണ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിപ്ലോമയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡിഗ്രി ഏതായാലും നമുക്ക് 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നടക്കില്ല. അപ്പോൾ ഇത് പഠിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ഇവിടെ അന്വേഷിക്കാൻ വന്ന സമയത്ത് ഇവിടെ ഇതില്ല, ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേറെ ഭാഗത്ത് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം പിന്നെ വൈകുന്നേരം കുട്ടികൾക്ക് സ്നാക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് നമ്മൾ തലേദിവസം പർച്ചേസ് ചെയ്തിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് വെറുതെ എനിക്ക് തോന്നുന്ന പോലെ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എല്ലാം നമ്മൾ ഏതെങ്കിലും കണ്ടിട്ട് അതേപോലെ എന്നല്ലാതെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അവർക്ക് ടേസ്റ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊന്നും നോക്കണ്ട, നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂടുതൽ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ഈ പാല് നമുക്ക് കാച്ചേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഇങ്ങനത്തെ പാല് വാങ്ങി സൂക്ഷിക്കും ഞാൻ. എന്താണെന്ന് വെച്ചാൽ ഒരു നേരം റെനക്കുട്ടിക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവൾ തന്നെ കെലോക്സും ഇതൊക്കെ ആയിട്ട് എടുത്ത് കഴിക്കുമല്ലോ എന്നുള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പോൾ വത്തക്ക, പഴം, കെലോക്സ്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് സ്നാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പഴം വന്നിട്ട് ഇത് ചെറിയ പഴമില്ല, അതാണ്, അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ തന്നെയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് പാലൊഴിക്കുക, ഇത്രയേ ഉള്ളൂ പണി. നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കുക്ക് ചെയ്തിട്ട് ബുദ്ധിമുട്ടാതെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാനും വലിയൊരു മടി തോന്നില്ല. അപ്പോൾ വത്തക്ക നല്ല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക, ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യുക. ഇത് വന്നിട്ട് ചിയാ സീഡ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ചിയാ സീഡ് നല്ലതാണ്, കുട്ടികൾക്ക് വെയിറ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് വലിയവർക്കും കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുറച്ച് പഞ്ചസാര, അതേപോലെ ഇടാനുള്ള പഞ്ചസാര നമ്മൾ പൊടിച്ച് വെക്കുക കേട്ടോ, എങ്കിലേ കലങ്ങി കിട്ടുള്ളൂ. പിന്നെ ഇത് ബദാം കുറച്ച് ചെറുതാക്കിയിട്ട് മുറിച്ച് വെച്ചതാണ്. വലിയ പാത്രത്തിലാക്കണം, കാരണം ക്വാണ്ടിറ്റി നമ്മൾ കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കുക. കുട്ടികൾക്ക് ഉണ്ടാകുമ്പോൾ ഒരു ഗ്ലാസ്സൊന്നും അവർക്ക് ചിലപ്പോൾ കൊടുത്താൽ പോരാ, അതുകൊണ്ടാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ബദാം പൊടിച്ചതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഇടുക. എന്താണിത്? അവൾ തുളച്ചു തരണം അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഫ്രൂട്ട്സ് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഫ്രൂട്ട്സിൻ്റെ കൂടെ തന്നെ നമ്മൾ പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ട് കലക്കി ഒരു അരമണിക്കൂർ വെക്കുക. അപ്പോൾ ആ ഫ്രൂട്ട്സിൽ നന്നായിട്ട് പിടിക്കും. എന്നിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ പണി നടക്കുമ്പോൾ ഇടയിൽ ഫുള്ളും കുട്ടികളുണ്ടാവും കേട്ടോ, അതിൻ്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ക്ഷമിക്കണേ. പിന്നെ അതിലേക്ക് ബദാം പൊടിച്ചതും അതേപോലെ കെലോക്സും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഗ്ലാസ്സിൽ സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കുറച്ച് ഈ ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് കെലോക്സും കൂടി ഇടുക. ക്രഞ്ചി ആയിട്ട് ഇരിക്കാനാണ് നമ്മൾ ലാസ്റ്റായിട്ട് ഇടുന്നത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ആക്കി വെച്ചാൽ കേടൊന്നു പോവും.
ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് വന്നിട്ട് ഷെയ്സൂക്ക് ഞാൻ ചൂടാക്കിയിട്ടാണ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഓവനിൽ വെച്ചതാണ്. പിന്നെ ഇത് ഇക്കാക്ക് ആക്കി വെച്ചതാണ്. ഇക്കാക്ക് ഫ്രീസറിൽ തന്നെ വെക്കണം. നല്ല ഐസ് പോലെ ആയാലും ഇക്ക കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇക്ക വരുമ്പോൾ കൊടുക്കാനായിട്ട് ഫ്രീസറിൽ വെക്കുകയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ഇത് കഴിക്കലാണ് അടുത്ത പരിപാടി. അയ്യമ്മ വാ, ഇതേതാണ് എടുത്തോ. ചുച്ചുക്ക് വേറെ ഇതിൽ കൊടുക്കണം. എടുത്തോ. ഇതിന് താഴെ ഇറക്കി വിട്, താഴെ ഇറക്കി വിട്. സ്പൂൺ വേണ്ടേ? ചിന്തല്ലേ? ഇത് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടായ റോസിൽ നിന്ന് ഒരു 2 റോസ് ഫ്ലവറിൽ നിന്ന് റോസ് ക്രീം ഉണ്ടാക്കിയതാണ് കേട്ടോ. നമ്മുടെ ഡിവൈൻ ബ്യൂട്ടി ബൈ സിലു എന്നുള്ള ചാനലിൽ നമ്മൾ ഇത് ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതിൽ കയറി നോക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പർച്ചേസിന് പോവാണ്. നമ്മൾ ഇന്ന് കുറച്ച് വീട്ടിലേക്ക് ഗ്രോസറീസ് ഒരു മാസത്തെ സാധനം വാങ്ങണം. കുറേ ആയി വാങ്ങാൻ പോയിട്ട്. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുട്ടികളെല്ലാവരെയും നമുക്ക് വിളിച്ചിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇന്നും കുട്ടികളെ ഉമ്മാൻ്റെ അവിടെ ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പോവാ. റനക്കുട്ടിയും ഞാനും മിക്കയാണ് പോവാ. ബാക്കി എല്ലാവരും ഇവിടെ ആക്കിയിട്ട് പോകും. ചുച്ചുക്കുട്ടി ഇന്ന് ഐബ്രോ ഒക്കെ ഇട്ടതിൻ്റെ കോലാണ്. എന്താ അത് കോലം! ചിരി നോക്ക്. ഹായ് പറ. എല്ലാവർക്കും ഷുഗല്ലേ ചേക്ക്? അപ്പോൾ ഇനി ഇവർ അവിടെ കൊണ്ടാക്കിയിട്ട് വേണം നമുക്ക് ഷോപ്പിലോട്ട് പോകാൻ കേട്ടോ. നമ്മൾ കാർ പാർക്കിങ്ങിൽ നിർത്തിയിരിക്കും. നോർമലി വാങ്ങുന്ന സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ തീർന്നു കഴിഞ്ഞാൽ, പരിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഇക്ക ഡെയിലി വരുന്ന സമയത്ത് വാങ്ങിയിട്ട് വരും. അത് വിളിച്ച് പറഞ്ഞാൽ മതി. അല്ലാത്ത ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇക്ക വാങ്ങിക്കൊണ്ട് വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ വരണം. അപ്പോൾ അതിന് മാസം സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് എന്തായാലും ഞാൻ വരും. അപ്പോൾ ഇതുപോലെയുള്ള നമുക്ക് ചീസ്, അത് ഇപ്പോൾ ഫ്രോസൺഡ് ഐറ്റംസൊക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ തന്നെ വരണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ മക്കളൊക്കെ ആയതുകൊണ്ട് മക്കളെയും വെച്ചിട്ട് വിട്ടിട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ ഷോപ്പിലേക്കൊക്കെ വരികയാണെങ്കിൽ മക്കളെ വിട്ടിട്ട് വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഉമ്മാനെ പറഞ്ഞേക്കും, ഉമ്മ പോയിട്ട് സാധനം വാങ്ങിയിട്ട് വരും. ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ അധികം വരുന്നില്ല. ഉമ്മ വാങ്ങിയിട്ട് വരും അല്ലെങ്കിൽ ഇക്ക വാങ്ങിയിട്ട് വരും, അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കുറേ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളും കിട്ടാതായതുകൊണ്ട് അപ്പോൾ ഏതായാലും ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകളുടെ ഒരു സ്വഭാവമാണല്ലോ എല്ലാം ഒന്ന് ചുറ്റുക എന്നുള്ളത്. അപ്പോൾ ഇക്ക ഞങ്ങളെ വിട്ടിട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനും റെനയും കൂടെ കുറച്ചൊന്നിങ്ങനെ റൗണ്ട് അടിച്ചു. അതിനുശേഷം പിന്നെ ഇക്ക വന്നു. അപ്പോൾ അതുവരെ കുറച്ചിങ്ങനെ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അത് ആദ്യം തന്നെ എടുത്ത് വയ്ക്കും. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഇക്ക വന്നിട്ട് എടുക്കും. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ പാല്. നോർമൽ പാലിനേക്കാളും വില കുറവ് തന്നെ ഉള്ളൂ കേട്ടോ. അതിന് കാര്യമായിട്ട് അത്രയ്ക്ക് വലിയ റേറ്റ് എന്ന് പറയാനൊന്നുമില്ല. പിന്നെ അത് ഒന്ന് വാങ്ങിച്ച ഒന്ന് ഫ്രീ ആയിരുന്നു. അതുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല. ഇത് പുളിവെള്ളമാണ് കേട്ടോ, പുളിൻ്റെ ജ്യൂസാണ്. കുറച്ച് ആ സൈഡൊക്കെ ഒന്നിങ്ങനെ കറങ്ങി നോക്കിയപ്പോൾ കണ്ടതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇന്ന് വൈകിട്ട് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് കഴിക്കാനും പോയിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിൻ്റെ ക്ലിപ്സും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന്. കോൺഫ്ലേക്സും അതായത് ഓഫറാണ്, അതുകൊണ്ട് തന്നെ വലിയ പാക്കറ്റ് തന്നെ എടുത്തു. നമുക്ക് ചെറിയ പാക്കറ്റൊന്നും എടുത്ത് നമുക്ക് തികയില്ല. രാവിലെയൊക്കെ റെനക്കുട്ടി സ്നാക്കിന് അതൊക്കെ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. അതും പാലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെയൊക്കെ. സ്നാക്കല്ല, ആക്ച്വലി അവൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് തന്നെ അതാണ് കഴിക്കുക. ദോശ, ഇഡലി ഒന്നും അവൾക്ക് വലിയൊരു താല്പര്യമില്ല. പിന്നെ ഇതൊക്കെ ഹേസനും ചുച്ചുക്കുട്ടിക്കും കൂടെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നേരെ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഷോപ്പിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 2 ചിക്കൻ റോളും ഐസ്ക്രീമും ആണ് പറഞ്ഞിട്ടുള്ളത്. ഐസ്ക്രീം എന്ന് പറയുമ്പോൾ വേഫേഴ്സിൻ്റെ മുകളിൽ ക്രീമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വാനില ഐസ്ക്രീമും കൂടി ഇട്ടിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു.
റെനക്കുട്ടി എത്രയോ കാലമായിട്ട് സ്വപ്നം കണ്ടൊരു ദിവസമാണ് ഇന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ റെനക്കുട്ടി പറയാണ് അമ്മീൻ്റെയും അബീൻ്റെയും മോളായിട്ട് ഒരേ ഒരു മോളായിട്ട് അവൾക്കൊരു ദിവസം പുറത്തേക്ക് ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ പോയിട്ട് ഇങ്ങനെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ കൊല്ലത്തെ ആഗ്രഹമാണെന്ന് അവൾക്ക് അവളുടെ കൂടെ നമ്മൾ അതായത് നമ്മുടെ കൂടെ അവളും കൂടെ മാത്രമായിട്ടുള്ള ഒരു ദിവസം എന്നുള്ളത്. ഏതായാലും അത് ഇന്ന് സാധിച്ചിട്ടുണ്ട്. അവളും ഹാപ്പി, നമ്മളും ഹാപ്പി. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ചിച്ചുക്ക് ലസ്സി കൊടുത്തു. അത് കഴിച്ചിട്ടുള്ള എക്സ്പ്രഷനാണ് ഇതൊക്കെ. ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാ? അതോ ഹയാൻ രാത്രിക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു കലാപരിപാടി തന്നെയാണ്. കഴിക്കാതായപ്പോൾ പുറത്തു കൊണ്ടുപോയി കാറിലൊക്കെ ഇരുത്തിയിട്ട് രണ്ടാൾക്കും കൂടി ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ചുച്ചു ചുച്ചു അങ്ങനെ നമ്മുടെ ഇന്നത്തെ 2 ദിവസത്തിൻ്റെ കാര്യങ്ങൾ കുറേശ്ശായിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് കാണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ഗിവ് അവേയിൽ പങ്കെടുത്ത ആൾക്കാർക്കുള്ള ഗിഫ്റ്റൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാ ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു.